അന്ന് 5-ാം തീയതി അന്ന് നമ്മളെന്ന് വന്നതാണ് മഞ്ഞ് വീഞ്ഞിന് കഴിഞ്ഞല്ലാതെ ഞാൻ വന്ന സമയത്ത് 2022 ഡിസംബറിൽ 22 ഡിസംബറിൽ അന്നാണ് ഒന്ന് മഞ്ഞ് പെയ്തിന്. അപ്പൊ ഇന്ന് ഒന്നുകൂടി മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിരിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോണ സമയങ്ങൾ മഴയൊക്കെ ആയിക്കാണ്ട് മഞ്ഞുരുകലൊക്കെ തുടങ്ങി. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞുണ്ട്. അപ്പൊ മഞ്ഞ് പെയ്താലുള്ള ഒരു അവസ്ഥ കൂടി നമ്മൾ കാട്ടിത്തരാം. അപ്പൊ മഴയായിട്ട് ഇവിടെ കുരുങ്ങി പോയിക്കണം. ഇവിടെ ഒന്നും കാണില്ലല്ലോ കണ്ടല്ലോ. പുല്ലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ കാണുള്ളൂ. അപ്പൊ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാട്ടിത്തരാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഇടൂല കേട്ടോ, അത് പറക്കാൻ. അപ്പൊ ഇത് ഇടുന്നുണ്ടെങ്കിൽ മഞ്ഞുണ്ടാവും. അപ്പൊ മഞ്ഞ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മഞ്ഞുണ്ടോണ്ടി സിബിലിനെ ചോദിച്ചിനു ആരോ ഒരാള്, ഏതോ ഒരു ഐഡിയ. അപ്പൊ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഓനിപ്പം സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നിക്കണ്, ന്യൂ ഇയറിന് വന്നാണ്. അപ്പൊ അങ്ങനെ ഓനാണ് ഇന്നത്തെ ഡ്രൈവർ. അന്ന് ചോദിച്ചൊരാള് ഏതൊരു ഐഡിയ. അപ്പൊ ഓനും വന്നിക്കണേ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളിരിക്കണ സീറ്റിലായിരിക്കണേ, ഇപ്പുറത്തായിരിക്കണേ. ഓനാണ് ഡ്രൈവർ. അപ്പോൾ പോയി നോക്കാം. നമ്മൾ മഞ്ഞിൻ്റെ തന്നെ കാട്ടിത്തരാം. ഇവിടെയൊക്കെ നല്ല മഴയാണ്. മിക്കവാറും മഞ്ഞൊക്കെ ഒരുക്കി പോയേക്കും. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞ് രാത്രി പെയ്തിനു. അതിൻ്റെ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് വർക്കില്ലായിരുന്നു. സെൻട്രൽ ലണ്ടനിൽ മഞ്ഞ് അങ്ങനെ ചാടിയില്ല, മഴ മാത്രമുള്ളായിരുന്നു. അവിടെ കുറച്ചുകൂടി ഇതിലാണ് ചൂടുണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചൊക്കെ ഒരു ഔട്ടർ ഏരിയ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് തണുപ്പ് കൂടും. അപ്പോൾ ഇവിടെ മഞ്ഞ് കുറേയൊക്കെ കടന്നീനു, വെള്ളയിച്ച് റോഡ് കൂടെ ഒക്കെ കടന്നീനു. കുറേ ഇവിടുത്തെ പുല്ലത്തൊക്കെ ഉരുകി പോയിക്കണം. കുറേശ്ശൊക്കെ സാധനം ബാക്കിയുണ്ട്. വണ്ടിമേലൊക്കെ ഉണ്ട്. നീ വീഡിയോ എടുത്തിന്? അപ്പോൾ ഓൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കാട്ടിൽ. അത്യാവശ്യം നല്ല വെള്ളേനു. ഇവിടെ മൊത്തം മഞ്ഞാടി സെറ്റായിരുന്നു. ഇപ്പൊ മഴ ചെയ്താണ് ഒരുങ്ങി പോയി സാധനം. അപ്പൊ നമ്മളെ ഏരിയയിലെത്തി. വണ്ടിമേലൊക്കെ കണ്ടങ്ങൾ മഞ്ഞ് മഴ പെയ്ത് ഉരുകിന്റെ ബാക്കിയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ലോണം കിടന്നീന്നാ തോന്നുന്നത്. ഓൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ കാട്ടിൽ തന്നെ. വണ്ടിമേലെ ഗ്ലാസ്മേലൊക്കെ മഞ്ഞാളുണ്ട്. അപ്പൊ എന്റെ വണ്ടി ഇവിടെ അവിടെ കൊടുത്തിട്ടില്ല. മഞ്ഞ് മഴ പെയ്ത് ഉരുകി പോയിക്കണ്. പിന്നെ രാത്രിയാണ്, കാണാൻ വലിയൊരു കാഴ്ചയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ചാടീനും മൊത്തം വെള്ളമായി കിടന്നിനും പോയതാണ്. മഴയാണ് ഇപ്പോൾ. അത് ഷിബിലി സ്കോട്ട്ലാൻഡിലാണ് വർക്ക് ചെയ്യണത്. ഓനിപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഓൻ്റെ വണ്ടി അവിടെ ഉണ്ട്. വണ്ടിമേ അതേമാതിരി മേലെ വണ്ടിയുണ്ടോ. ഓൻ സ്കോട്ട്ലാൻഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഓനിങ്ങനെ ന്യൂ ഇയറിന് ഇങ്ങോട്ട് വന്നതാണ്. ആരോ ഒരാൾ ചോദിച്ചിരുന്നു ഓനെ കമൻറ്റിൽ. അപ്പോൾ ആ ആളോട് പറയണം. അപ്പോൾ ന്യൂ ഇയർ ആയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ചിലപ്പോൾ തിരിച്ചു പോവും, ചിലപ്പോൾ തിരിച്ചു പോകില്ല. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ. ഓൻ്റെ വണ്ടിൻ്റെ മേലെ മഞ്ഞുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ കണ്ടെങ്കിൽ ഓൻ്റെ വണ്ടിൻ്റെ മേലെ മഞ്ഞ് ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാടീനും ഇവിടെ നിലത്തും എല്ലായിടത്തും ചാടീനും. എന്താ എൻ്റെ വണ്ടി വന്ന് മാത്രം ഒരുക്കാത്ത സ്കോട്ടിലാൻഡെന്ന് പറഞ്ഞത് തണുപ്പ് കൂടുതലുണ്ട് എൻ്റെ വണ്ടി. അപ്പോൾ ഇതിന്മേൽ മഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും മഞ്ഞിന് ഇവിടെ. പണ്ടൊക്കെ കോട കാണാൻ വേണ്ടിയിട്ട് കൂടല്ലൂർ കയറി. ഇപ്പൊ മഞ്ഞ് ചാടിയിട്ട് രാവിലെ വണ്ടി എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായി തുടങ്ങി. ഇപ്പൊ വലിയൊരു മഞ്ഞൊന്നും നമുക്ക് കാട്ടി തരാറില്ല. ഉള്ള മഞ്ഞ് കാട്ടി തിന്നണ്ടേ. എന്നാലും ഇവിടെ മഞ്ഞ് ചാടി എന്നുള്ളത് നിങ്ങളോട് പിന്നെ പറയണം കേട്ടോ. ഞാൻ കരുതിയ മാതിരി ഇവിടെ ഒന്നും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം കിടന്നീനും. കഴിഞ്ഞ നമ്മൾ ഒരു വട്ടം ഇവിടെ മഞ്ഞ് ചാടിയ സമയത്ത് ഇവിടെ മൊത്തം മഞ്ഞേനും. അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മളെത്തുള്ളൂ, ബാക്കി മഞ്ഞ് ഉരുകാത്തത്. അപ്പോൾ അതിൽ നിങ്ങൾ പൊരുത്തപ്പെടി. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ചെറിയൊരു പരിപാടി. ന്യൂ ഇയറിന് ശേഷം നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ മഞ്ഞ് ചാടിയപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഇവിടെ കൊണ്ട് നിങ്ങൾ ഇവിടെ മുറ്റത്തൊക്കെ മഞ്ഞേനും അത് ഉരുകിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത്രത്തോളം മഞ്ഞൊക്കെ ഇവിടെ ചാടീന് കേട്ടോ. അപ്പോൾ വണ്ടി എടുത്ത് പോകുന്ന സമയത്തോടത്ത് വീഡിയോ ആണിത്. ഇത്രയൊക്കെ ചാടീന്. അപ്പോൾ
അപ്പം എന്നാൽ ന്യൂ ഇയർത്തെ ഫസ്റ്റ് വീഡിയോ. അന്ന് ന്യൂ ഇയറിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഓലൊക്കെ സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നിനു. പിന്നെ നമ്മൾ വേറെ ഫ്രണ്ടൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ പെരിയിൽ തന്നെ ആയി. അതുകൊണ്ട് എവിടെയും പോയില്ല. അപ്പോൾ ന്യൂ ഇയർ നമ്മൾ എടുത്തില്ല. ന്യൂ ഇയറിന് അന്ന് ഇവിടെ കുറച്ചൊക്കെ പൊട്ടിനു. അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ഇതിനെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് വരെ തന്നെ. അപ്പോൾ ഒന്ന് മഞ്ഞ് വീണപ്പോൾ ഒന്നൂടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ശരി, എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്തിൽ വരണ്ട്.